വിശുദ്ധ ബൈബിളിൽ നല്ല ഒരു പ്രാർത്ഥന ശൈലിയുണ്ട്. ഈ പ്രാർത്ഥന ശൈലി സ്വീകരിച്ചുണ്ടല്ലോ, അതൊരു അനുഗ്രഹമാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടുക. അതെങ്ങനെയാണെന്നറിയാമോ? എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് മുൻപേ തന്നെ കർത്താവിന് ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം ആ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. നമ്മുടെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കർത്താവിന് ഓർക്കുകയല്ല ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം സംഭവിച്ച ശേഷം കർത്താവെ ആ ചെയ്ത കാര്യം ഒരു അനുഗ്രഹമാക്കി തരണമേ, അങ്ങനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതല്ല ഏറ്റവും നല്ലത്. പകരം നമ്മുടെ ജീവിതത്തിൽ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ കർത്താവിൽ സമർപ്പിച്ചിട്ട് വേണം ആ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാനായിട്ട്. അതായത് പ്രയർ ഈസ് നോട്ട് ആൻ ആഫ്റ്റർ തോട്ട് ബട്ട് എ പ്രയോറിറ്റി. ദൈവത്തിനും കർത്താവിനെ ആശ്രയിക്കുന്നതിനും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്ത് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു അനുഗ്രഹമായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തകന്റെ പുസ്തകം 88 അധ്യായം അതിൻ്റെ 13 തിരുലിഖിതത്തിൽ ഇപ്രകാരം വചനം പറയുന്നത്: കർത്താവെ, ഞാൻ അങ്ങയോട് നിലവിളിച്ചപേക്ഷിക്കുന്നു, പ്രഭാതത്തിൽ എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിൽ എത്തുന്നു. സങ്കീർത്തകന്റെ ഒരു പ്രാർത്ഥന സമയമായിരുന്നത്. അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക എന്നുള്ളത് സങ്കീർത്തകന്റെ ഒരു പ്രാർത്ഥന ശൈലിയായിരുന്നു. യഹൂദരുടെ ആത്മീയ സംസ്കാരത്തിൽ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതിൽ അവർ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. സങ്കീർത്തകൻ ഇവിടെ ഉറപ്പിച്ച് പറയുന്നത് കേട്ടോ, അതിരാവിലെ എൻ്റെ പ്രാർത്ഥന, എൻ്റെ നിലവിളി അങ്ങയുടെ സന്നിധിയിൽ എത്തുന്നു. എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്നല്ല പറയുന്നത്, എൻ്റെ യാചന കേൾക്കണമേ എന്നല്ല പറയുന്നത്, പകരം എൻ്റെ പ്രാർത്ഥന, എൻ്റെ നിലവിളി അങ്ങയുടെ സന്നിധിയിൽ എത്തുന്നു എന്നാണ് പറയുന്നത്. അവിടെ എത്തി. പ്രഭാതത്തിൽ നമ്മൾ അർപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയ്ക്ക് അത്തരം പവറുണ്ട്, അത്തരം വിലയുണ്ട്. അതിരാവിലെ എഴുന്നേറ്റ് ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രഭാതത്തിൽ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനർത്ഥം ആ വ്യക്തിയുടെ ജീവിതത്തിലെ എന്ത് കാര്യങ്ങളും, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ആ എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നതിന് മുൻപേ തന്നെ കർത്താവുമായിട്ട് ഒരു ആലോചന നടത്തുന്നു, ദൈവ തിരുസന്നിധിയിൽ സമർപ്പിച്ചിട്ട് തുടങ്ങുന്നു. എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാമോ? കാരണം ആ വ്യക്തിക്കറിയാം, കർത്താവിൻ്റെ മുൻപിൽ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് സമർപ്പിച്ചില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അതെനിക്ക് വിജയത്തിലെത്തിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ ഒരു ചിന്ത ഉള്ളിൻ്റെ ഉള്ളിൽ നിറയുമ്പോഴാണ് നമുക്ക് പ്രഭാത പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കാനായിട്ട് സാധിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ എഴുന്നേൽക്കുന്ന പാടെ പെട്ടെന്ന് അവിടെ മുട്ടുകുത്തി നിന്നുകൊണ്ട് അവർ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഞാൻ നിൻ്റെ മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അതിനൊരൊറ്റ അർത്ഥമുള്ളൂ: ദൈവമേ, ഈ ദിവസം മുഴുവൻ എനിക്ക് നിന്നെ കൂടാതെ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല എന്നാണ് അതിനർത്ഥം. ഇങ്ങനെ ഒരു മുൻഗണന നമ്മൾ കർത്താവിന് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളവിടെ കർത്താവിനെ പ്രീതിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, കർത്താവിനെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവിന് അത് ഏറ്റവും വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ദൈവത്തിന് ജീവിതത്തിൽ 1 സ്ഥാനം കൊടുക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് പ്രഭാത പ്രാർത്ഥന. അതുകൊണ്ടാണ് ഈ പ്രഭാത പ്രാർത്ഥന നടത്തുന്നവരിൽ വലിയ അഭിഷേകം കാണാനായിട്ട് സാധിക്കുക. പ്രഭാത പ്രാർത്ഥന നടത്തുന്നവർക്ക് വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് അതിരാവിലെയുള്ള പ്രഭാത പ്രാർത്ഥനകൾക്ക് ജനങ്ങളും വൈദികരും ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നതായിട്ടും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും, അതിരാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഇന്ന് അനേകർ ഒരു ഓൺലൈൻ പ്രാർത്ഥന കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് ആ പ്രാർത്ഥന പല ധ്യാന കേന്ദ്രങ്ങളിലായിട്ട് പല അച്ഛന്മാരും ഈ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഈ പ്രാർത്ഥന ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന ഒരു പേരിലൂടെയൊക്കെയാണ് വരുന്നത്, അറിയാലോ. എല്ലാവരും അതിരാവിലെ എഴുന്നേറ്റ് ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരച്ഛൻ മാത്രമല്ലെന്ന് എനിക്ക് തോന്നുന്നത്, പല അച്ഛന്മാരും ഇന്ന് ഈ അതിരാവിലെയുള്ള പ്രാർത്ഥനകൾ ഓൺലൈനിൽ കൂടെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അനുഭവ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതിരാവിലെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നതിലൂടെ ഒത്തിരി ആൾക്കാർക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഒത്തിരി ആൾക്കാർക്ക് സൗഖ്യങ്ങളും വിടുതലുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാം? ആ വൈദികർക്ക് ഇങ്ങനെ വലിയൊരു ജ്ഞാനം കർത്താവ് കൊടുത്തു. അതിരാവിലെ ദൈവജനത്തെ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ വലിയ അനുഗ്രഹങ്ങൾ ദൈവജനത്തിന് കിട്ടും എന്നുള്ള വലിയൊരു ജ്ഞാനം ഈ വൈദികരിലേക്ക് കർത്താവിന് പരിശുദ്ധാത്മാവ് കൊടുത്തതിലൂടെയാണ് ഇത്രമാത്രം അനുഗ്രഹങ്ങൾ അതിരാവിലെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെയൊക്കെ ദൈവജനത്തിന് കിട്ടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിരാവിലെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരവസരവും നമ്മൾ പാഴാക്കരുത്. ആ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി പവറുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനുള്ള മടി മാറിക്കിട്ടാനും അതുപോലെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനുള്ള വലിയൊരു ജ്ഞാനം കിട്ടാനായിട്ട് ഇപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിൻ്റെ നാമത്തെ വിളിക്കുവാനുള്ള വലിയൊരു ശക്തി എനിക്ക് നൽകണമേ. കർത്താവെ, എൻ്റെ പ്രഭാതം തുടങ്ങുമ്പോൾ തന്നെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ച്
എൻ്റെ ജീവിതം തുടങ്ങുവാനുള്ള ഒരു കൃപ എനിക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശിരസ്സ് നമിക്കുക. കർത്താവിൽ നിന്ന് ഒരു ആശീർവാദം നമുക്ക് സ്വീകരിക്കാം.